2024 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇടതുപക്ഷം എന്തിനു പേടിക്കണം? ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിയിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അസ്വസ്ഥരാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. എന്നാൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിലും വിജയിക്കാനായില്ല എന്നത് നേരിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഏറെ നിർണായകം തന്നെയായിരുന്നു. ഉത്തരേന്ത്യയിൽ സ്വാഭാവികമായി തീർന്ന വിദ്വേഷ പരാമർശം കേരളത്തിലും തലപൊക്കി. ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷമുള്ള ഓരോ ദിവസവും അതിന്റെ തോത് കൂടി വന്നു. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയം വ്യത്യസ്തമായ പ്രതിഭാസമാണ് എന്ന മലയാളി ചിന്തയ്ക്ക് മങ്ങലേറ്റു എന്ന് വിമർശിക്കപ്പെടുമ്പോൾ കേരളത്തിൽ നടന്ന വിധിയെഴുത്ത് സൂക്ഷ്മവും തീർത്തും യുക്തിസഹവുമാണ് എന്നതാണ് മറുവശം. കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചതിന്റെ ലക്ഷണമാണ് വോട്ട് വിഹിതത്തിൽ കണ്ടത്. എന്നാൽ ഇത്തവണ യാതൊരു തരത്തിലുള്ള തരംഗമോ തിരമാലയോ ഉണ്ടായില്ല എന്നതും പ്രധാനം തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലുള്ള പ്രതീക്ഷ രാജ്യമെമ്പാടും പ്രകടമായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ ഏറെ നിർണായകമായ 2 ലോക്സഭാ മണ്ഡലങ്ങൾ തൃശൂരും വടകരയും ഇടതുമുന്നണിക്ക് പ്രതീക്ഷയേക്കാൾ ഉപരി നിർണായകവുമായ മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ ഫലം തിരിച്ചടിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ വിലയിരുത്തുമ്പോൾ ആരെയും താലോലിക്കുന്ന ശീലം പണ്ടേയില്ല എന്ന് കാണാം. വി രാഘവൻ വിജയിച്ച് കരുണാകരൻ തോറ്റത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തൃശൂരിലെ സാഹചര്യം കെ മുരളീധരന് അനുകൂലമായിരിക്കില്ല എന്ന തോന്നൽ ആദ്യമേ സ്ഥാനം പിടിച്ചു. എന്നാൽ സുരേഷ് ഗോപി നേടിയ വലിയ വിജയം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനേറ്റ തിരിച്ചടി തന്നെയാണ്. അത് കേവലം ഇടതുമുന്നണിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, വലതുപക്ഷത്തിൻ്റെത് കൂടിയാണ്. തൃശൂരിൽ CPM-ന്റെ വോട്ട് ശതമാനത്തിൽ ഇടിവില്ല എന്നതും അതേസമയം വലതുപക്ഷത്തിന്റെ വോട്ട് ശതമാനത്തിൽ കുറവ് ഉണ്ട് എന്നതും UDF-ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വടകരയിലെ വിജയത്തിന് പിന്നിലെ കാരണം ശൈലജ ടീച്ചറേക്കാൾ ഒരു പടി മുന്നിൽ ഷാഫി ഒരു യൂത്ത് ഐക്കണായി മാറിയെന്നതാണ്. ഷാഫി പടിയിറങ്ങിയപ്പോൾ പാലക്കാട് കരഞ്ഞതും വടകരയിൽ ഒരു കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വീഴ്ച തിരുത്താൻ CPM തയ്യാറാകുന്നു എന്നതാണ് ഇവിടെ ഏറെ സവിശേഷമാകുന്നത്. CPM കേന്ദ്ര നേതൃത്വം അസ്വസ്ഥരാണ് എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-നുണ്ടായ തിരിച്ചടി അവഗണിക്കാനാവില്ലെന്ന് പാർട്ടിയുടെ കേന്ദ്ര ഘടകം തിരിച്ചറിയുന്നുണ്ട്. ഈ ബോധ്യമാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത്. കടുത്ത നിരാശയുണ്ടാക്കുന്ന പരാജയമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും തിരുത്തേണ്ടത് തിരുത്തണമെന്നും കാരാട്ട് വ്യക്തമാക്കുന്നുണ്ട്. VS പിണറായി പോരിൽ പിണറായിക്കൊപ്പമായിരുന്നു കാരാട്ട്. CPM മുഖപ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയിലെ ലേഖനവും പെരിന്തൽമണ്ണയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസംഗവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. സന്ദേശം വ്യക്തമാണ്. പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ത് തിരുത്തണം, ആര് തിരുത്തണം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. 16-നും 17-നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും 18 മുതൽ 20 വരെ സംസ്ഥാന സമിതി യോഗവും നടക്കാനിരിക്കെയാണ് ഈ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. 2019-ലെ അതേ ദയനീയാവസ്ഥയിലേക്കാണ് പാർട്ടി എത്തിയതെന്ന് മാത്രമല്ല, BJP ഇത് ആദ്യമായി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ അക്കൗണ്ട് തുറന്നു എന്ന സ്ഥിതിവിശേഷവും CPM നേരിടുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിന് കേന്ദ്ര നേതൃത്വം നൽകുന്ന പരോക്ഷ സൂചനയായി കാരാട്ടിന്റെയും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ ഗോവിന്ദന്റെയും പ്രസംഗം വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ്. എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇത്തരത്തിലല്ല. നേതൃമാറ്റമില്ലെന്ന് കടുത്ത ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം. ഇടത് സർക്കാരിന്റെ പ്രവർത്തന രീതിയെ വിമർശിച്ച യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് കൂർലോസിനെ പേര് പറയാതെ വിവരദോഷി എന്ന് വിളിക്കാനും പിണറായി മടിച്ചില്ല. പിണറായിയുടെ ഈ രൂക്ഷ പ്രതികരണം മാർ കൂർലോസിനേക്കാൾ പാർട്ടിയിൽ ഉയർന്ന വിയോജിപ്പുകളാണ് ലക്ഷ്യമിടുന്നതെന്നും നിരീക്ഷണമുണ്ട്. കേരള ജനത കോൺഗ്രസിന് അനുകൂലമായല്ല, പിണറായി സർക്കാരിന് എതിരായാണ് വോട്ട് ചെയ്തതെന്ന ഒരു നിരീക്ഷണവും പ്രബലമാണ്. നേതൃമാറ്റമെന്ന തിരുത്തൽ പിണറായി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം എന്താണ് ചെയ്യുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി ഉണ്ടായിരുന്നുവെങ്കിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് CPM-ലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു വെക്കുന്നത്. പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികൾക്കും ഒരുപോലെ സമ്മതനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. 2026-ലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. പാർലമെന്ററി രംഗത്തേക്ക് കരുത്തുറ്റ പുതിയൊരു നേതാവിനെ കണ്ടെത്തേണ്ടതിന് പ്രായം, ജനപിന്തുണ, നേതൃപാഠവും തുടങ്ങി പല കാരണങ്ങൾ പാർട്ടിക്ക് മുൻപിലുണ്ട്. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ എപ്പോൾ തുടങ്ങുമെന്നതുൾപ്പെടെ തിരുത്തൽ നടപടിയുടെ ഭാഗമാകുമോ എന്ന് ഉറ്റുനോക്കുന്നവരുമുണ്ട്.